യാദവ് രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുവാണ്. ദിവസങ്ങൾ പോകുന്നത് അറിയുന്നേ ഇല്ല. നമ്മുടെ 28 ദാ ഇങ്ങെത്താറായി. ഇന്ന് നമ്മുടെ ഓണാട്ടുകതിരന്റെ പന്തൽക്കാൽ നാട്ട് കർമ്മമാണ്. പന്തൽക്കാൽ നാട്ട് കർമ്മത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടക്കുവാണ്. ഇനി അങ്ങോട്ട് ഓണാട്ടുകാർക്ക് ഉത്സവ ദിനങ്ങളാണ്. പന്തൽക്കാൽ നാട്ട് കർമ്മം തുടങ്ങാനുള്ള സമയമായി. ഓണാട്ടുകരയിൽ ജനിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. ഓണാട്ടുകരയിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അതിലുപരി എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു കൂട്ടായ്മ, അതാണ് നമ്മുടെ മനസ്സിന് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം. തിരുവോണം കഴിഞ്ഞ് 28 ദിനമാണ് 28 ആഘോഷം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28 മഹോത്സവമായ അന്ന് എല്ലാ കരകളിൽ നിന്നും അനേകം കെട്ടുകാളുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഒരു പാട്ടുണ്ടല്ലോ, പൂരങ്ങടെ പൂരമായൊരു നാട് നമ്മുടെ നാട്. 28 കൂടി ഓണാട്ടുകരയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളുടെ തുടക്കമാകും. ഇത് നമ്മുടെ കൂട്ടുകാരനാണ് വിഷ്ണു. വീഡിയോ എടുത്ത് നിന്നുകൊണ്ട് ഞാൻ യാദവിനെ ഏൽപ്പിച്ചത് രാജേഷിന്റെ കയ്യിലാണ്. അവനാണ് രാജേഷിന്റെ തോട്ടിലുമായി. പായസം ഇപ്പൊ വരും, എല്ലാവരും കുടിച്ചിട്ടേ പോകാവുള്ളേ. ഞാൻ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ ഞോണ്ടുന്നു. യാദവ, വേറൊന്നുമല്ല, യാദവിന് പായസം കണ്ടപ്പോൾ പായസം വേണം. ഇത് റെയിൽവേ ക്രോസ് ആണ്. ആ സമയത്ത് ക്രോസ് അടവായിരുന്നേ, അതുകൊണ്ട് തന്നെ അതിലെ പോയി എല്ലാവർക്കും പായസം കൊടുക്കാൻ കഴിഞ്ഞ്. യാദവ് മോനെ, അവന്തോ പായസമൊക്കെ കുടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ചേട്ടാ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഇരിക്കുന്നു 2 കുട്ടികൾ. അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളെയും കൂടെ ഒന്ന് എടുക്കണേ. എനിക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങളും ആ കാഴ്ച ഒന്ന് കണ്ടു നോക്ക്.